ശരി, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മോനെ സ്കൂളിലേക്ക് വണ്ടിയിൽ കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഒരു പയ്യൻ, ഒരു 23 വയസ്സ് 24 വയസ്സായിട്ടുള്ള അവൻ വണ്ടിയിൽ പോകുന്നുണ്ട്. ഒരു പ്രായമായിട്ടുള്ള ആൾ, ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് 65 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ആൾ റോങ് കയറി വന്നിട്ട് ആ ചെക്കനെ പതുക്കെ ഒന്ന് തട്ടി. ആ ചെക്കൻ വീണു. കഴിഞ്ഞിട്ട് ചെക്കൻ്റെ ആ പ്രായമായിട്ടുള്ള ആൾക്കൊന്നും പറ്റുന്നില്ല. ആ ചെക്കൻ്റെ കൈയും കാലൊക്കെ മുട്ടൊക്കെ പൊട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓടിക്കൂടി ആ ചെക്കനെ ഏൽപ്പിച്ചു. ഞാൻ വിചാരിച്ചു ആ ചെക്കൻ എന്തെങ്കിലും പ്രതികരിക്കും എന്താ വെച്ചാൽ ആ പ്രായമായിട്ടുള്ള ആളുടെ പേരിലാണ് കംപ്ലയിൻറ്റ് വന്നത്. പക്ഷെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, ആ പയ്യൻ വന്നു കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് ആ പ്രായമായിട്ടുള്ള ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ തന്തപ്പിടി പറയുന്നുണ്ട്, അയ്യോ മോനെ ഞാൻ അറിയാണ്ട്. അപ്പോൾ ആ പയ്യൻ പറയണ വാക്കുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സാരില്ല, അറിയാണ്ട് പറ്റിയതല്ലേ, ഇപ്പോൾ എല്ലാവർക്കും അപകടമൊക്കെ പറ്റും, സാരില്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, എനിക്ക് ഇത്തിരി പൊട്ടൽ മാത്രമേ ഉള്ളൂ, അത് സാരില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി, ഈ ഒരു പയ്യൻ ആ പ്രായമായിട്ടുള്ള ആളെ സ്വാന്തനപ്പെടുത്തണം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഇങ്ങനെയും മക്കളുണ്ട്, നല്ല മക്കളുണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ച മക്കളുണ്ട്. അവർ ക്ഷമിക്കാനും പൊറുക്കാനും ആ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനും കാണിച്ച ആ പയ്യനുണ്ടല്ലോ, ബിഗ് സല്യൂട്ടാ. അങ്ങനെ ആയിരിക്കണം ചെറുപ്പക്കാർ. പ്രായമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവരെ നെഞ്ഞത്ത് കയറാണ്ട് അവരുടെ അടുത്ത് സമാധാന വാക്കുകൾ പറയുന്ന ആ പയ്യനെ ഞാനത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഒരു മോശം ഏർപ്പാടാവില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കയ്യോടെ തന്നെ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് ഒരു കണ്ണ് നനയിച്ചു, അതുകൊണ്ടാണ്.